ഹരി ഓം. ദശകം 65, ശ്ലോകം 8. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യഃ സ്മരന്ത്യോ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന. നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത്. തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ. വഹന്നമൃതം അശ്രമം അശ്നുവീയ. വഹൻ അമൃതം അശ്രമം അശ്നുവീയ. വഹന്നമൃതമശ്രമമശ്നുവീയ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. ശ്ലോകം 8 അന്വയവും അർത്ഥവും. നാര്യാഃ പരമാത്മതയാ ന ജാരാത്മനാ സ്മരന്ത്യഃ ക്ഷണേന പരമഹംസഗതിം ഗതാഃ പ്രകാശ പരമാത്മതനും തം ത്വാം കഥഞ്ചിത് ചിത്തേ വഹൻ അശ്രമം അമൃതം അശ്നുവീയ. നാര്യാഃ വെറും സ്ത്രീകൾ, പരമാത്മതയാ ന പരമാത്മാവ് എന്ന നിലയിലല്ല. അതാണ് പരമാത്മതയാ ന പരമാത്മാവ് എന്ന നിലയിലല്ല. ജാരാത്മനാ സ്മരന്ത്യഃ ജാരൻ എന്ന നിലയിൽ സ്മരിച്ചിട്ട്, വെറും സ്ത്രീകൾ പരമാത്മാവ് എന്ന നിലയിലല്ല, ജാരൻ എന്ന നിലയിൽ സ്മരിച്ചിട്ട് ക്ഷണേന പരമഹംസഗതിം ഗതാഃ ക്ഷണേന ഒരു താമസവും കൂടാതെ പെട്ടെന്ന് തന്നെ സാക്ഷാൽ പരമഹംസന്മാർക്ക് കിട്ടാവുന്ന ഗതിയെ പ്രാപിച്ചു. പരമഹംസഗതിം പരമഹംസന്മാരെന്ന് പറഞ്ഞാൽ ആത്മാനാത്മവിവേകം സിദ്ധിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പരമഹംസന്മാർക്ക് കിട്ടാവുന്ന ഗതിയെ പ്രാപിച്ചു. പ്രകാശ പരമാത്മതനും തം ത്വാം കഥഞ്ചിത് ചിത്തേ വഹൻ. പ്രകാശപരമാത്മതനും ആ തെളിഞ്ഞ പരമാത്മസ്വരൂപത്തോടു കൂടിയ തം ത്വാം ആ അങ്ങയെ, തെളിഞ്ഞ പരമാത്മസ്വരൂപത്തോടു കൂടിയ തം ത്വാം ആ അങ്ങയെ കഥഞ്ചിത് ഏത് പ്രകാരത്തിലെങ്കിലും മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാൻ അശ്രമം അമൃതം അശ്നുവീയ ഒരു പ്രയാസവും കൂടാതെ തന്നെ, അശ്രമം അമൃതം അശ്നുവീയ ഒരു പ്രയാസവും കൂടാതെ തന്നെ അമൃതത്തെ ചില ആ മോക്ഷത്തെ അഥവാ പരമാനന്ദത്തെ അനുഭവിക്കുമാറാകണമേ. കഥഞ്ചിത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ, ഇന്ന പ്രകാരത്തിൽ എന്നല്ല, ഏതെങ്കിലും തരത്തിൽ മനസ്സിലൊന്ന് ധരിച്ചുകൊണ്ടാൽ, ഭഗവാനെ ഒന്ന് മനസ്സിൽ ധരിച്ചാൽ ഒരു പ്രയാസവും കൂടാതെ തന്നെ അമൃതത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ അല്ലെങ്കിൽ പരമാനന്ദത്തെ അനുഭവിക്കുമാറാകണമേ. അപ്പോൾ അങ്ങേ പരമാത്മാവെന്ന് ധരിക്കാതെ വെറും ജാരനെന്ന് ധരിച്ച സ്ത്രീകൾ ക്ഷണം കൊണ്ട് ആത്മാനാത്മവിവേകം സിദ്ധിച്ച പരമഹംസന്മാർക്ക് മാത്രം കിട്ടുന്ന മോക്ഷത്തെ പ്രാപിച്ചു. അപ്പോൾ ശുദ്ധ പരമാത്മസ്വരൂപമായ അങ്ങയെ കാമം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് ഞാനും മോക്ഷത്തെ നിഷ്പ്രയാസം അനുഭവിക്കുമാറാകണമേ. ജാരാത്മനാ ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ.